നമുക്കൊരു വെയർ ഹൗസിനെ നമുക്ക് എങ്ങനെ സ്മാർട്ട് വെയർ ഹൗസ് ആക്കാം, വെയർ ഹൗസിൻ്റെ ഓപ്പറേഷൻ ആയിട്ടുള്ള സ്റ്റോറിങ്ങും റിട്രൈവലും അതുപോലെ ഡെലിവറി ഓഫ് ദ ഇൻവെൻട്രി ഒക്കെ നമുക്ക് എങ്ങനെ എഐയുടെ സഹായത്തോടു കൂടി ചെയ്യാം. AI ഇൻ സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനിയും പറയാൻ വേണ്ടി പോകുന്നത്. സി ഹൗ AI ഈസ് അസിസ്റ്റിംഗ് വെയർ ഹൗസ് ഓപ്പറേഷൻ. അതായത് വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടും ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഇൻ വെയർ ഹൗസ് നമ്മുടെ AI പോസിബിൾ ആക്കുന്നത്. നമ്മുടെ വെയർ ഹൗസിൻ്റെ സ്പേസ് വളരെ കറക്റ്റായിട്ട് ഒപ്റ്റിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാനും നമ്മുടെ FIFO പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ ഇൻവെൻട്രി അറേഞ്ച് ചെയ്യാനും അതായത് സോർട്ട് ചെയ്യാനും നമ്മളെ ഈ AI പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇൻവെൻട്രി അനാലിസിസ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതായത് ഈ ABC ഇൻവെൻട്രി അനാലിസിസ് മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ഏതാണ്, സ്ലോ മൂവിങ് ഐറ്റം ഏതാണ്, നോൺ മൂവബിൾ ആയിട്ടുള്ള ഐറ്റം ഏതാണ് എന്നൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ബേസിസിൽ നമ്മുടെ ഇൻവെൻട്രി അറേഞ്ച് ചെയ്യാനും അതുവഴി വെയർ ഹൗസിന് മാക്സിമം പ്രോഫിറ്റും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ ഈ AI സഹായിക്കുന്നുണ്ട്. സോ ഇങ്ങനെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ ബാക്കപ്പായിട്ട് വെച്ചുകൊണ്ടാണ് ഈ കറക്റ്റായിട്ട് വെയർ ഹൗസ് ഓപ്പറേഷൻ ഒരു കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ AI ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം, അതിനെ നമ്മൾ ഷോർട്ടായിട്ട് റെഫർ ചെയ്യുന്നത് ASRS എന്നാണ്. അതൊരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് സിസ്റ്റമാണ്. അതായത് ഓട്ടോമേറ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ, അതുപോലെ ഒരു പർച്ചേസ് ഓർഡർ വരുമ്പോൾ ആനുപാതികമായിട്ട് ഈ ഗുഡ്സ് റിട്രൈവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസിലായിരിക്കും. അപ്പോൾ പല സ്മോൾ സെല്ലേഴ്സും അവരുടെ വെയർ ഹൗസസിൽ ഈ പറയുന്ന ASRS ഇംപ്ലിമെൻ്റ് ചെയ്യുക വളരെ ഒരു കോസ്റ്റ് ആകുന്ന കാര്യമായിട്ട് വിചാരിച്ചു. പക്ഷേ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും അതിൻ്റെ ലോങ് റണ്ണിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും വെയർ ഹൗസിൻ്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻവെൻട്രിയുടെ സേഫ്റ്റി കുറച്ചും കൂടി അഷ്വറൊക്കെയാണ്. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസാണ് ഈ ഇൻവെൻട്രി ഹാൻഡിൽ ചെയ്യുന്നത്, ഈ മെറ്റീരിയൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഈ ഇൻവെൻട്രിക്ക് ഡാമേജ് എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, അതായത് യാന്ത്രികവൽക്കരണം തോടുകൂടി നമ്മളൊരു വെയർ ഹൗസ് ഫെസിലിറ്റി റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു ലോസ് ഒരിക്കലും അതിനെ എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു വെയർ ഹൗസിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ റോബോട്ടിക് ഫെസിലിറ്റി ഈ പറയുന്ന സ്റ്റോറേജും റിട്രൈവൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹാൻഡ് ലൈക്ക് ഫെസിലിറ്റി പോലെയുള്ള റോബോട്ട്സ് മതി. നമുക്കൊരു ഫുള്ളി റോബോട്ട് വേണമെന്നില്ല. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോബോട്ടിക് ഹാൻഡ്സ് നമ്മൾ നമ്മുടെ വെയർ ഹൗസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഓട്ടോമേറ്റഡ് വെയർ ഹൗസിങ് ഫെസിലിറ്റിയുടെ എക്സാമ്പിളാണ്. ഇനി നമ്മുടെ ഈ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം നമ്മൾ ഏതൊരു വെയർ ഹൗസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ഒന്നും കൂടി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പേസ് യൂട്ടിലൈസേഷനും നമ്മുടെ ഇൻവെൻട്രിയുടെ സ്റ്റോറേജ് ഡെൻസിറ്റിയും നമ്മുടെ ത്രൂപുട്ട്, അതായത് ഒരു വെയർ ഹൗസിൻ്റെ ത്രൂപുട്ട് ഫെസിലിറ്റിയും ഓർഡർ പിക്കിംഗ് ആക്യുറസിയും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ നമ്മുടെ എർഗണോമിക്സ്, അതായത് വർക്കിംഗ് സിറ്റുവേഷൻ കുറച്ചും കൂടി നന്നാക്കുക, വർക്കിംഗ് എൻവയോൺമെൻറ്റ് നന്നാക്കുന്നതിന് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എർഗണോമിക്സും സേഫ്റ്റിയും നമുക്ക് കുറച്ചും കൂടി അഷ്വർ ആക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെക്യൂരിറ്റി, നമ്മുടെ ലേബർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, വെയർ ഹൗസിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഈ സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു പണിമുടക്ക് വെയർ ഹൗസിൽ വരത്തില്ല. നമ്മൾ പേഴ്സണൽസിലാണ് വെക്കുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമരം വില വരികയാണെങ്കിൽ വെയർ ഹൗസിൻ്റെ ഓപ്പറേഷൻ അതൊരു തടസ്സമാകാം. പക്ഷേ ഈ ASRS ഇംപ്ലിമെൻറ്റ്, അതായത് ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത ഏതൊരു വെയർ ഹൗസിലും നമുക്ക് ലേബർ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. കാര്യം മാക്സിമം പണിയും ഈ മെഷീനറിയാണ് ചെയ്യുന്നത്. സോ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആണ്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഒരുപാട് കൂടുന്നു. ഓക്കെ, അപ്പോൾ ലേബർ ഷോർട്ടേജ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിഷ്യൻ ഫാക്ടർ നമുക്ക് ഈ ഓട്ടോമേഷൻ വെയർ ഹൗസിൽ കൊണ്ടുവരുന്നത് വഴി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് യൂസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ASRS. അതായത് ഗുഡ്സ് ടു പേഴ്സൺ ഫോർ ഓർഡർ പിക്കിംഗ് ആൻഡ് പാക്കിംഗ്, പാക്കിംഗ്, പ്രോസസ്സിങ്, ഓർഡറാണ് കൺസ്യൂമിങ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഓർഡർ ഫുൾഫിൽമെൻറ്റിൻ്റെ പ്രോസസ്സിൽ. അതൊക്കെ വളരെ നല്ല രീതിയിൽ, അതായത്
പെർഫോം ചെയ്യാൻ വിത്തൗട്ട് എനി മിസ്മാച്ച്. നമുക്ക് കറക്റ്റായിട്ടുള്ള ഗുഡ്സ് ഓർഡർ ചെയ്ത കറക്റ്റായിട്ടുള്ള പേഴ്സണെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ASRS പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രോസസ്സിങ് ഓഫ് ഓർഡേഴ്സ് നമുക്ക് 24/7 സ്റ്റേജിങ് ഓർഡേഴ്സ് ഫോർ ഷിപ്പിംഗ് നമുക്ക് പോസിബിൾ ആയിരിക്കും. മാനേജിങ് ബഫർ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഫർ സ്റ്റോറേജ് എന്ന് പറയുന്നത് സേഫ്റ്റി സ്റ്റോറേജ് എന്നുള്ളതാണ്. ആനുവലി നമുക്ക് കിട്ടുന്ന ഡിമാൻഡിന് ആനുപാതികമായിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് എന്താ പറയുക ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി കൂടി നമ്മൾ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യും. കാര്യം നമുക്കൊരു പർച്ചേസ് ഓർഡർ നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ബഫർ സ്റ്റോക്കിനെ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മാനേജ്മെൻറ്റും കൂടി നമ്മുടെ AI പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജും അതുപോലെ ആ പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോറേജും വളരെ കറക്റ്റായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് AI നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ടൈപ്സ് ഓഫ് ASRS സിസ്റ്റത്തെ കുറിച്ചാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് ഐൽ യൂണിറ്റ് ലോഡ് ASRS സ്ക്രീനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ വളരെ നാരോ ആയിട്ടുള്ള ഐൽസ് ആയിരിക്കും ഈ ഷെൽഫുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പേഴ്സൺ കയറി മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അത് ആ ഇൻവെൻട്രിയുടെ സേഫ്റ്റി അതുപോലെ അയാളുടെ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ASRS സിസ്റ്റമാണ് ഈ ഫിക്സഡ് ഐൽ യൂണിറ്റ് ലോഡ് ASRS ക്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നാരോ ഐലിൽ ഉള്ളിലുള്ള ഇൻവെൻട്രീനെ വളരെ സേഫായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രെയിന് പറ്റുന്നുണ്ട്. അതായത് ഇൻ ഫിക്സഡ് ഐൽ യൂണിറ്റ് ലോഡ് ASRS സിസ്റ്റംസ് പാലറ്റ് റാക്സ് ആർ അറേഞ്ച്ഡ് വിത്ത് നാരോ ഐൽസ് ബിറ്റ്വീൻ ദം. എ ക്രെയിൻ travels between these aisles moving both vertically and horizontally to retrieve and store product. The crane is fixed to a single aisle of pallet. അതായത് ഏതെങ്കിലും ഒരു പാലറ്റിലായിരിക്കും നമ്മുടെ ഈ ക്രെയിൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് മൂവബിൾ ആയിട്ടുള്ള അയൽ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനും എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ് അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റും പോസിബിൾ ആയിരിക്കും. So it works much as same of a fixed aisle unit load, but it consists of a crane moving between narrow aisles of pallets along some kind of track. See, there's a track provision in addition for this movable aisle unit load ASRS cranes. So the capability allows a single piece of equipment to service multiple aisles and ultimately a greater working space. See, fixed ആയിട്ടുള്ള ഒരു അയൽ ആകുമ്പോഴത്തേക്കും ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനുള്ളിൽ മാത്രം മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഈ മൂവബിൾ ആയിട്ടുള്ള അയൽ യൂണിറ്റിലാകുമ്പോൾ നമുക്ക് പലതരം ട്രാക്സ് വെയർ ഹൗസിൽ ലേ ചെയ്യാനും അപ്പോൾ പല ട്രാക്കിലേക്ക് നമുക്ക് ഈ ക്രെയിനിൻ്റെ അലൈൻമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാനും അവിടെ നമുക്ക് വളരെ സേഫായിട്ട് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നു. ഇനി വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ലോഡ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനി ലോഡ് ASRS ഉണ്ട്. അതായത് ഇറ്റ് ഈസ് ടിപ്പിക്കലി ഹാൻഡിൽ സ്മോളർ ലോഡ്സ്. വളരെ കുറഞ്ഞ ലോഡുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതായത് ടോട്ട്സോ അല്ലെങ്കിൽ ട്രേസോ അല്ലെങ്കിൽ കാർട്ടൺസോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് ഫെസിലിറ്റി ഇൻ വെയർ ഹൗസിനെയാണ് നമ്മൾ മിനി ലോഡ് ASRS എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഗോഫർ ബോട്ട് എന്ന് പറയുന്നത്. ഗോഫർ ബോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ആമസോണിൻ്റെ വെയർ ഹൗസ് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെൽഫോട് കൂടി ലിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഓട്ടോമേറ്റഡ് ഫെസിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ഡിസ്ക് ലൈക്ക് ഫെസിലിറ്റി ഓഫ് ASRS. അതൊരു റോബോട്ടിക് ഫെസിലിറ്റിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഫർ ബോട്ട് എന്ന് പറയുന്നത്. സോ it moves on the floor and navigates under a rack of shelving, lifts the rack slightly and moves it to a pick station. The racks can be configured with totes, boxes, pallets, hanging garments and loose fills, all within the same system to meet your needs. നമ്മുടെ ഈ ഗോഫർ ബോട്ട് എന്ന് പറയുന്ന ഈ റോബോട്ടിക് ഫെസിലിറ്റിയിൽ നമ്മൾ ഏത് ഷെൽഫിലുള്ള ഒരു കമ്മോഡിറ്റി അല്ല അഥവാ ഇൻവെൻട്രി ആണോ നമ്മൾ പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഷെൽഫിൻ്റെ ID നമ്മൾ ഈ ഗോഫർ ബോട്ടിൽ ആദ്യം ഫീഡ് ചെയ്യും. ആനുപാതികമായിട്ട് ഈ ഗോഫർ ബോട്ട് ട്രാക്ക് ചെയ്ത് ആ ഷെൽഫിൻ്റെ അടുത്തെത്തി ആ പറയുന്ന ഇൻവെൻട്രി നമ്മുടെ പിക്കിംഗ് സൈറ്റിലേക്ക് അത് കൊണ്ടുവരും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓട്ടോണമസ് മൊബൈൽ റോബോട്ട് AMR ബേസ് ഹൈ ഡെൻസിറ്റി എക്സോടെക് ASRS. അതെന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം ഫോക്കസ് ചെയ്യുന്ന ഒരു ASRS ഫെസിലിറ്റിയാണിത്. അതായത് ഹൈ ഡെൻസിറ്റി ഫുള്ളി ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം
it is actually designed in a way that uses the 3-axis robots to travel vertically up a storage rack to retrieve the required inventory tot or case. AMR stores the inventory or tot on itself and then navigates down the rack and on the floor to any one of the remote order picking workstations. അതായത് ഇത്ര ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു ഇൻവെൻട്രി അത് പിക്കപ്പ് ചെയ്ത് അത് പിക്കിംഗ് സ്റ്റേഷൻ വരെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ ആ പിക്കിംഗ് പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു ഹൈ ഡെൻസിറ്റി പ്രൊഫൈലുള്ള ഒരു ASRS ഫെസിലിറ്റിയാണ് ഈ ഓട്ടോണമസ് മൊബൈൽ റോബോട്ട് AMR ബേസ്ഡ് ഹൈ ഡെൻസിറ്റി എക്സോടെക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റോബോട്ടിക് പിക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആസ് യു നോ, ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് പിക്കിംഗ് ഡൺ ബൈ റോബോട്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് വെയർ ഹൗസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോബോട്ടിക് പിക്കിംഗ് എന്ന് പറയുന്നത്. സോ ദ പിക്കിംഗ് റോബോട്ട് ഈസ് എ പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് ഡിസൈൻ ടു ഓട്ടോമേറ്റ് ഓർഡർ പിക്കിംഗ്. അതായത് ഒരു ഓർഡർ വരുമ്പോഴത്തേക്കും ഈ റോബോട്ട് കറക്റ്റായിട്ടുള്ള ഇൻവെൻറ്ററി പിക്ക് ചെയ്തിട്ട് അത് ഡെലിവർ ചെയ്യും. സോ ഇറ്റ് പിക്സ് പ്രോഡക്ട്സ് ഫ്രം വൺ സ്റ്റോറേജ് tot or container and places them into another autonomously. അതായത് ഒരു പ്രോഡക്റ്റ് അത് എടുക്കുകയും നമ്മുടെ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് എടുക്കുകയും നമ്മുടെ പിക്കിംഗ് സൈറ്റിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഫുള്ളി റോബോട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റോബോട്ടിക് പിക്കിംഗ് ഫെസിലിറ്റി വെയർ ഹൗസിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് AMRs, AGV എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓട്ടോണമസ് മൊബൈൽ റോബോട്ട്സ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഗോഫർ ബോട്ട് എന്ന് പറയുന്നത് AGVയുടെ ഒരു എക്സാമ്പിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓട്ടോമേറ്റഡ് ഗൈഡഡ് കാർട്ട്സ് ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ ഓരോ ഇൻവെൻട്രിയൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഗൈഡഡ് കാർട്ട്സ് ഉണ്ട്. അതുപോലെ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ സിസ്റ്റംസ് ഉണ്ട്. കൊളാബറേറ്റീവ് റോബോട്ട്സ് ഉണ്ട്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകരിക്കുന്ന എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു വർക്കിംഗ് ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുന്ന റോബോട്ട്സിനെ നമുക്ക് കോബോട്ട്സ് എന്ന് പറയാം. കൊളാബറേറ്റീവ് റോബോട്ട്സിനെയാണ് നമ്മൾ കോബോട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗുഡ്സ് ടു പേഴ്സൺ GTP റോബോട്ട്സും പാലറ്റൈസിങ് ആൻഡ് ഡീപാലറ്റൈസിങ് റോബോട്ട്സും നമുക്കുണ്ട്. അതായത് പാലറ്റൈസേഷൻ എന്ന് പറയാലോ, പാലറ്റിൽ അടുക്കി സാധനങ്ങൾ വെക്കുന്നതാണ് പാലറ്റൈസേഷൻ. അപ്പോൾ ഡീപാലറ്റൈസേഷൻ എന്താണ്? ആ സാധനം പാലറ്റിൽ നിന്ന് ഇറക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ജോലിയും പെർഫോം ചെയ്യുന്ന റോബോട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരു e-commerce പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ അതിൻ്റെ വെയർ ഹൗസ് നമ്മൾ വിളിക്കുന്ന പേരാണ് e-commerce വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഈ e-commerce വെയർ ഹൗസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ e-commerce വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് ഗുഡ്സ് ദാറ്റ് വിൽ ബി സ്പെസിഫിക്കലി സോൾഡ് ഓൺലൈൻ. ആൻഡ് e-commerce warehouse management refers to managing all the processes that are involved in running an e-commerce warehouse. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡിങ് ഒരു എംപ്ലോയി മാനേജ്മെൻ്റ് അടക്കം ഈ പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പല രീതിയിലുള്ള പ്രോഡക്ട്സ് പല കമ്പനികളുടെയും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രി കീപ്പ് ചെയ്യേണ്ടത് ആയിട്ട് വരും. അവിടെയുള്ള പേഴ്സണൽസിനെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു വെയർ ഹൗസിനെയാണ് നമ്മൾ e-commerce വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓട്ടോമേറ്റഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാന്ത്രികവൽക്കരണം എന്നുള്ളതാണ് ഓട്ടോമേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു റോബോട്ട്, ഫുള്ളി ആയിട്ടുള്ളൊരു റോബോട്ടോ അല്ലെങ്കിൽ സെമി ആയിട്ടുള്ള ഒരു റോബോട്ട്സിനെ ഉപയോഗിച്ചിട്ട് ഈ ഹ്യൂമൻ പിക്കേഴ്സ് ചെയ്യുന്ന ജോലി നമ്മൾ ഈ റോബോട്ട്സിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോമേറ്റഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വാക്കിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാം. ഏറ്റവും ഷോർട്ടായിട്ടുള്ള റൂട്ട്സ് നമുക്ക് വെയർ ഹൗസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ആക്യുറേറ്റ് പിക്കിങ്ങിനും പാക്കിങ്ങും പെർഫോം ചെയ്യാനും ഈ ഓട്ടോമേറ്റഡ് പിക്കിംഗ് റോബോട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഇൻഡസ്ട്രിയിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി യൂസിങ് AI ആണ് ഓട്ടോമേറ്റഡ് പിക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഡ്രോൺ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ സർവീസൊക്കെ നമുക്ക് റെൻഡർ ചെയ്യുന്നത് പേഴ്സൺസാണ്, മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ദുബായിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഡ്രോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ അത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കാലം ഇനി കുറേ കൂടി മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡ്രോൺ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദീസ് ഓട്ടോമേറ്റഡ് ഡ്രോൺ സ്പെസിഫിക്കലി ദേ ആർ ഡിസൈൻ ടു ഓപ്പറേറ്റ് ഇൻ വെയർ ഹൗസസ് ആർ കോൾഡ്
warehouse drones. So warehouse drones excel at automatically performing inventory related tasks because of their ability to count and record stock using a barcode scanner. Warehouse drones excel at automatically performing inventory related tasks because of their ability to count and record stock using barcode scanner. It can fly around and scan items, which is then compared to the inventory data in the warehouse management system. So new records are added, old ones are deleted, and a new inventory list is created.